വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയ കാര്യം, കുൽ പ്രവാചകരെ പറയുക, ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. എത്രമാത്രം അവർ ഓടിയൊളിക്കാൻ ശ്രമിക്കുന്ന മരണമാണെങ്കിലും, എന്തേ അല്ലാഹ് അങ്ങനെ പറയാനുള്ള കാരണം? അത്ര ഭയപ്പാടുണ്ട് മരിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും. നേരം വെളുത്തെഴുന്നേറ്റ് ശ്വാസമൊന്ന് ആഞ്ഞുവിടുമ്പോ വാരിയലിന്റെ ഉള്ളിൽ നിന്നും കുത്തിപ്പറക്കുന്ന വേദന മരുന്നിന് ശമിപ്പിക്കാൻ പറ്റാത്ത ക്യാൻസർ ആണെന്ന് ചിന്തിച്ച് ജീവിതത്തിലേക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണുന്ന സമയം വരെ പകുതി ചത്തവരാ ഞാനും നിങ്ങളും. അത്ര ഭയപ്പെടുന്നുണ്ട് മരണത്തെ നമ്മൾ ഓരോരുത്തരും. ആ ഓടിയൊളിക്കാൻ ശ്രമിക്കുന്ന, ഭയപ്പെട്ട് നിങ്ങൾ പിന്തിരിഞ്ഞോടുന്ന മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ ഓരോരുത്തരെയും കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അതേത് സന്ദർഭമെന്നോ സമയമെന്നോ മനുഷ്യന്റെ ഏതൊക്കെ സ്വപ്നങ്ങൾക്കിടയിലെന്നോ ആഗ്രഹങ്ങൾക്കിടയിലെന്നോ ലോകത്താർക്കും വ്യാഖ്യാനിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഓരോരുത്തരുടെ ഹൃദയത്തിലെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും കണ്ടിട്ടാണ് ഒരാളെ അല്ലാഹു തആല മരിപ്പിക്കുന്നതെങ്കിൽ വല്ലാഹി എന്നെയും നിങ്ങളെയും മരിപ്പിക്കാൻ പടച്ചു തമ്പുരാൻ ഒരുപാട് കഷ്ടപ്പെടുമായിരുന്നു. അത്രമാത്രം ഹൃദയത്തിൽ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൊണ്ടു നടക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും. പണ്ടുകാലത്തുള്ള ആളുകൾ പറയുന്നത് പോലെ കടലിലെ ഓളത്തിനും കരളിലെ മോഹത്തിനും ഒടുക്കല്ല. ജീവിതത്തിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ഒരു ലക്ഷ്യം, മുതിർന്നവനാകണം, ഒരു ജോലി സമ്പാദിക്കണം, ജോലി അത്യാവശ്യം തരക്കേടില്ലാതെ എത്തിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചാൽ പിന്നീട് പ്രാർത്ഥന, എന്റെ റബ്ബേ മക്കളൊക്കെ ഒരു നിലക്കെത്തിയിട്ട് ഇന്നെ മരിപ്പിക്കാവുന്ന. അല്ലേ എന്റെ മുൻപിലിരിക്കുന്ന ഇത്രയും രക്ഷിതാക്കള് ഓരോ ഭക്തിനും തന്റെ നാഥന്റെ മുൻപിൽ നെഞ്ചുരുകി പറയാറുണ്ട്, നാഥ എന്റെ മക്കളൊക്കെ ഒരു നിലക്കെത്തിയിട്ട് ഇന്നെ മരിപ്പിക്കാവൂട്ടോ. കാരണം കണ്ടവന്റെ അടുക്കളയിലൂടെ തെണ്ടിത്തിരിഞ്ഞ് തിന്നേണ്ടി വരുന്ന ഉമ്മയുടെയും വാപ്പയുടെയും സ്നേഹമറിയാത്ത യത്തീമക്കളെ കാണുമ്പോ പൊന്നുറബ്ബേ എന്നെ അങ്ങനെ ആക്കരുതേ എന്റെ മക്കളെ എന്ന് തേടുന്നവരാ നമ്മൾ ഓരോരുത്തരും. അതിനുശേഷം പെണ്ണുകെട്ടി വിവാഹം കഴിച്ചു, കല്യാണമായി, അതിനുശേഷം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ കാലം കഴിയുമ്പോ ഒരു പ്രതീക്ഷ, മക്കളൊക്കെ ഒരു നിലക്കെത്തിയിട്ട് മരിപ്പിച്ചാ മതി, ആ മക്കളെ കല്യാണം കൂടിയിട്ട് മരിച്ചാ മതിയായിരുന്നു. മക്കളെ കല്യാണം കഴിയുമ്പോഴേക്കും ചിന്തിക്കും, മക്കൾക്കൊരു മക്കള് ഒരു വല്യപ്പയായിട്ട് മരിച്ചാ മതിയായിരുന്നു. അങ്ങനെ അങ്ങനെ ജീവിതത്തിന്റെ ഓരോ സ്വപ്നങ്ങളും ഒടുക്കമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനിടയിൽ എവിടെയോ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണുന്നതിനിടയിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു തആല തിരിച്ചു വിളിക്കും. നമ്മളില്ലാത്ത ഈ ലോകത്തിന് യാതൊരു കുറവും സംഭവിക്കാനില്ല. നമ്മളില്ലാത്ത ഈ ദുനിയാവിന് ഒരു പോറൽ പോലും ഏൽക്കാനില്ല. കാരണം ഓരോരുത്തർ നശിക്കുന്നതോടുകൂടി നഷ്ടം അവനവന് മാത്രമാ. അതിന്റെ രൂപങ്ങൾ, വ്യത്യസ്ത രൂപങ്ങളിൽ ഈ സമൂഹം നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നു. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഇങ്ങനെയും മരണമോ റബ്ബേ എന്ന് ചോദിക്കുന്ന മരണം നമ്മൾ കൺമുൻപിൽ കാണുകയുണ്ടായി. കോഴിക്കോട് ജില്ലയിൽ തന്നെ ബാലുശ്ശേരിക്കടുത്തുള്ള പ്രദേശത്ത് തന്റെ മൂത്ത മകൾ കല്യാണം കഴിഞ്ഞ് 22 വർഷം ഭർത്താവിന്റെ വീട്ടിൽ കാത്തിരുന്നു. ആ പെൺകുട്ടി ഒന്ന് മാറി താമസിക്കാൻ സാമ്പത്തിക പരാധീനകൾക്കിടയിലും ആരൊക്കെയോ സഹായിച്ച് വീടൊന്ന് മാറിക്കൂടാൻ തീരുമാനിച്ചു. ചെറിയ ഒരു 3 സെന്റിലേക്ക് വെറും 600 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടുണ്ടാക്കി ആ വീടിലേക്ക് ഒരു ദിവസം നിശ്ചയിച്ചു, അന്നതിലേക്ക് കയറിക്കൂടാം. കയറിക്കൂടുന്നതിന്റെ 3 ദിവസങ്ങൾക്ക് മുൻപ് സ്വന്തം പെൺകുട്ടിക്ക് കയറിക്കൂടുമ്പോ എന്തെങ്കിലും ഒന്ന് കൊടുക്കണല്ലോ എന്ന് തീരുമാനിച്ച മാതാപിതാക്കള് 2 പേരും കൂടി ഉള്ളിയേരി അങ്ങാടിയിലേക്ക് ഇറങ്ങി. ഫർണിച്ചറുകൾ നോക്കുന്നതിന്റെ മുൻപ് അവരൊരു തീരുമാനമെടുത്തിരുന്നു. അതുവരെ ആ ഉമ്മയുടെ കൈകളിലും കാലുകളിലും ചെവികളിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ വിറ്റിട്ടായിരിക്കണം അതിനുള്ള വകുപ്പ് കണ്ടെത്തേണ്ടത്. ഒരു ജ്വല്ലറിയിൽ കയറി അവരുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റു. കിട്ടിയ പണവുമായി അതുകൊണ്ട് ഒക്കുന്ന ഒന്ന് വാങ്ങി മകൾക്ക് വീട്ടുകൂടും നന്ന് കൊടുക്കാം. വാപ്പയിമ്മ എന്ത് തന്നു എന്ന് ചോദിക്കുമ്പോ മകളൊന്ന് സങ്കടപ്പെടാൻ പാടില്ലല്ലോ എന്ന് കരുതി ഞെങ്ങി ഞെരുങ്ങി ജീവിക്കുന്ന വൃദ്ധ മാതാപിതാക്കള് സാധനം വാങ്ങാനുള്ള പ്രതീക്ഷയോടെ റോഡിന്റെ അരികിലൂടെ നടക്കുമ്പോ ആർക്കോ എന്തിനോ ലക്ഷ്യം തെറ്റിച്ചോ വന്ന ഒരു വാഹനം 2 പേർക്ക് മേലേക്കും ഇടിച്ചു കയറിയപ്പോ അതേ സ്പോട്ടിൽ തലയോട്ടിന്റെ ഉൾഭാഗങ്ങളിലുള്ള തലച്ചോറ് പോലും പുറത്തേക്ക് തെറിച്ച് പാവപ്പെട്ട ആ മാതാവ് പെടഞ്ഞു മരിച്ചപ്പോ അതിനുശേഷം ഇന്നേക്ക് 24 ദിവസം കഴിഞ്ഞിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്റെ ഭാര്യ മരിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റാതെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരവും കൺമുൻപിൽ ചോദ്യചിഹ്നങ്ങളായി നിൽക്കുമ്പോ ഇങ്ങനെയും മരണമോ റബ്ബേ? അല്ലെങ്കിൽ പലരും പറഞ്ഞിട്ടുണ്ട് പോലും, ഒന്റെ റബ്ബേ ആ പെണ്ണിന്റെ വീട്ടിൽ കൂടിയിട്ട് മരിപ്പിച്ചാ പോരായിരുന്നോ
എന്ന് ചോദിക്കുമാറ് എന്നെയും നിങ്ങളെയും അല്ലാഹു തആല തിരിച്ചു കൊണ്ടുപോകും. അതേപോലെ തന്നെ തന്റെ കല്യാണത്തിന്റെ 14ാമത്തെ ദിവസം വിദേശത്തേക്ക് ജോലിക്ക് പോകേണ്ടി വന്ന അബ്ദുൽ ഷുക്കൂർ 2 വർഷം മണലാരണ്യത്തിൽ ചോര നീരാക്കി അധ്വാനിച്ച് തന്റെ മകനെ കാണാനുള്ള പൂതിയും വെച്ച് ഒരുപാട് കളിപ്പാട്ടങ്ങൾ വാങ്ങി കരിപ്പൂരി വിമാനമിറങ്ങി 4 ചക്രവാഹനത്തിൽ കുടുംബം ലക്ഷ്യമാക്കി സന്തോഷത്തോടെ പുറപ്പെടുമ്പോ അങ്ങ് കുഞ്ഞിപ്പള്ളിക്കടുത്ത് വെച്ച് ഒരു നിസ്സാരമായ അപകടത്തിന്റെ പേരിൽ മരിച്ച അബ്ദുൽ ഷുക്കൂറിന്റെ മയ്യത്തുമായി വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഏതോ ഒരാളുടെ തോളിൽ കിടന്ന് ഒന്നുമറിയാതെ പുഞ്ചിരിക്കുന്ന 2 വയസ്സുകാരന്റെ ചിരി കണ്ടപ്പോ പലരും കണ്ണുനീര് തുടച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് പോലും, എന്റെ പൊന്നു റബ്ബേ, ആ കുഞ്ഞന്റെ മുഖം കാണിച്ചിട്ട് മരിപ്പിച്ചാ പോരായിരുന്നോ എന്ന് ചോദിക്കുമാറ് മനുഷ്യരെ എന്നെയും നിങ്ങളെയും മരണം എവിടെയോ കാത്തിരിക്കുന്നുണ്ട്. ഹൃദയത്തിന്റെ അല്ലെങ്കിൽ ചെരുപ്പിന്റെ വാറിനോളം അടുത്ത്, ഹൃദയത്തിന്റെ കണ്ടനാടിയോളം അടുത്ത്, അല്ലെങ്കിൽ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനാപകടത്തിന്റെ രൂപത്തിലോ വിഷപ്പാമ്പിന്റെ രൂപത്തിലോ വൈദ്യുതിയുടെ രൂപത്തിലോ ആർക്കും ഒരു സെക്കൻഡ് പോലും അല്ലാഹു നീട്ടിക്കൊടുക്കാതെ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ എന്ന് വിശദീകരിക്കപ്പെട്ട ആ മരണം ഇതാ മനുഷ്യരെ എന്റെയും നിങ്ങളുടെയും കൺമുൻപിലുണ്ട്. ഓരോ സെക്കൻഡിലായി, ഓരോ നിമിഷങ്ങളിലായി. തലേന്ന് രാത്രി മക്കളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുടിച്ച ഗുളികയും കുടിച്ച് നീണ്ടു നവർന്നു കിടന്ന വാപ്പായെ പിറ്റേന്ന് നേരം വെളുത്ത് തട്ടി വിളിക്കുമ്പോ എഴുന്നേൽക്കാത്ത വാപ്പാന്റെ മയ്യത്ത് കണ്ട് വാവിട്ട് കരയുന്ന മക്കളുടെ കഥകൾ വരെ ഈ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത്രയുള്ളൂ ഈ മനുഷ്യന്റെ ആയുസ്. അതുകൊണ്ടാ ഒരിക്കൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണത്തോട് അടുക്കുന്ന സമയത്ത് അദ്ദേഹം പൊട്ടിക്കരയാൻ തുടങ്ങി. കണ്ടു നിൽക്കുന്ന ആളുകളൊക്കെ ചോദിച്ചു, അബൂ ഹുറൈറ, എന്തിനാ നിങ്ങൾ കരയുന്നത്? റസൂലുള്ളാന്റെ കൂടെ ഇത്രയും കാലം ജീവിച്ചിട്ടും മരിക്കാൻ അത്ര പേടിയാണോ അബൂ ഹുറൈറ നിങ്ങൾക്ക്? കേട്ട മാത്രയിൽ തിരിച്ച് അബൂ ഹുറൈറയുടെ മറുപടി, മരണത്തെ ഞാൻ പേടിക്കാനോ? ഒരു വിശ്വാസി മരണത്തെ ആഗ്രഹിക്കുകയേ ഉള്ളൂ, ഇഷ്ടപ്പെടുകയേ ഉള്ളൂ. പിന്നെന്തിനാ അബൂ ഹുറൈറ താങ്കൾ കരയാനുള്ള കാരണം? വീട്ടിന്റെ ചാരി വെക്കപ്പെട്ട ഈത്തപ്പന വാതിലിലേക്ക് ചൂണ്ടി, അഥവാ ഈത്തപ്പന ഓലയിലേക്ക് ചൂണ്ടി വിതുമ്പിക്കരഞ്ഞുകൊണ്ട് അബൂ ഹുറൈറ പറഞ്ഞ വാക്യം, അസ്സഫറു തുവീലുൻ, ഞാനിതാ ഒരു യാത്രക്കിറങ്ങുകയാണ്. ഒരിക്കലും അവസാനിക്കാത്ത, ഒരറ്റമില്ലാത്ത ഒരു ലോകത്തേക്കുള്ള യാത്ര. ഈ ദുനിയാവിൽ എനിക്കും നിങ്ങൾക്കും നിശ്ചയിക്കപ്പെട്ട ഒരു പരിധിയുണ്ട്. ഒന്നുകിൽ 40 വയസ്സ്, അല്ലെങ്കിൽ 60 വയസ്സ്, അല്ലെങ്കിൽ 70, 80, 90, 100 വയസ്സ്. 60 വരെ നിശ്ചയിക്കപ്പെട്ടു. പിന്നെ നീട്ടിക്കിട്ടുന്നതൊക്കെ അല്ലാഹുവിന്റെ അനുഗ്രഹം. അതിനിടയിൽ ഏതോ ഒരു സമയത്ത് ഈ ദുനിയാവിൽ നിന്ന് തിരിച്ചു പോകേണ്ടവരാ നമ്മൾക്ക് പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മരണത്തിന്റെ സെക്കൻഡ് മുതൽ പിന്നെ നമുക്ക് പരിധിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു അളവുകളില്ല, ഏതെങ്കിലും കോലത്തിലുള്ള സമയം നിശ്ചയിക്കപ്പെടലില്ല. മറിച്ച് പിന്നീടാണ് പാരത്രിക ലോകത്തേക്കുള്ള ജീവിതത്തിന്റെ തുടക്കം. ആ തുടക്കമായ യാത്രക്ക് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്റെ ജീവിതത്തിലേക്ക് ആ യാത്ര സുഖകരമാകണമെങ്കിൽ അമലുകൾ വേണം, സൽക്കർമ്മങ്ങൾ എന്ന ഭക്ഷണം വേണം. വസ്സാദു കലീലുൻ, എന്റെ കയ്യിൽ ഭക്ഷണം കുറവാ. ഇനി സമ്പാദിക്കാനും അധ്വാനിച്ച് കണ്ടെത്താനും സമയമുണ്ടോ? വൽ മൗത്തു കരീബുൻ, മരണമിതാ എന്റെ തൊണ്ടയിലെത്തിയിട്ടുണ്ട്, മരണമിതാ എന്റെ വീട്ടിന്റെ വാതിൽക്കലെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള അല്പസ്വല്പം നന്മകളുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതിനെ പറ്റി ആലോചിക്കുമ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ പറയുമ്പോ ഒരുപാട് ചിന്തിക്കാനുണ്ട് മുസ്ലിമീങ്ങളെ. ഈ ദുനിയാവിലെ 10 60 കൊല്ലം പരസ്പരം മത്സരിച്ചും പക പ്രകടിപ്പിച്ചും കടിച്ചു കീറിയും അലോഗ്യത്തിലായും സമ്പാദിച്ചും തറവാട് മഹിമയുടെ പേര് പറഞ്ഞ ആഢ്യത്വത്തിന്റെ അളവുകോല് നോക്കി പരസ്പരം പൊങ്ങച്ചം കടിച്ചും ജീവിച്ചു തീർക്കുന്നതിനിടയിൽ അല്പം നന്മ നമ്മളെ ജീവിതത്തിൽ ബാക്കി വെക്കാൻ, പാരത്രിക ലോകത്തേക്കൊരു നേട്ടമായി കരുതാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു ഒരുങ്ങൽ തന്നെ മരണത്തിന്റെ മുൻപ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ചില മരണങ്ങൾ കാണുമ്പോ 2 രൂപത്തിൽ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്, അല്ലേ? ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ പെട്ടെന്നൊരു മരണം, അല്ലെങ്കിൽ ഇന്നലെ രാത്രി നമ്മൾ കണ്ടൊരു വ്യക്തി രാവിലെ ഫോൺ വരുന്നു, ഇന്ന് ആള് മരിച്ചിട്ടുണ്ട് പോലും. കേൾക്കേണ്ട താമസം നമ്മൾ പറയും, നല്ല മരണം, മരിക്കുകയാണെങ്കിൽ അങ്ങനെ മരിക്കണം, ആരെയും ബേജാറാക്കിയിട്ടില്ല, കുറെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല, എന്ത് നല്ല മരണ, അങ്ങനെയൊക്കെ മരിച്ചാ മതിയായിരുന്നു. മറ്റത് കഷ്ടപ്പെടുത്തി 3-4 മാസം ഹോസ്പിറ്റലിൽ കിടന്ന് 2-3 ആന്റിയോപ്ലാസ്റ്റ് ചെയ്ത് പിന്നീട് കുറെ ലക്ഷങ്ങൾ പൊടിച്ച് കുടുംബത്തിനെ ബുദ്ധിമുട്ടിച്ച് മക്കളെ കടക്കാരാക്കി അങ്ങനെ കിടത്തി മരിപ്പിക്കുന്നതിനെ കാണുമ്പോ നമ്മൾ കേൾക്കുമ്പോഴേ പറയും, മരിച്ചത് നന്നായി,
കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് സങ്കടപ്പെട്ടിട്ടാ മരിച്ച്. ആദ്യം മരിച്ചവൻ ഭാഗ്യവാൻ, കഷ്ടപ്പെട്ട് മരിച്ചവൻ നിർഭാഗ്യവാൻ എന്ന് നമ്മൾ വിലയിരുത്താറുണ്ട്. പക്ഷെ ഒരാളുടെ മരണം അതെങ്ങനെയായിക്കൊള്ളട്ടെ, അവരുടെ മരണത്തിന്റെ രൂപമോ കഷ്ടപ്പാടുകളോ അല്ല നല്ല മരണത്തിന്റെ ലക്ഷണം. മറിച്ചൊരു യഥാർത്ഥ ഭാഗ്യശാലി, ഏറ്റവും നല്ല ഹൈറാക്കപ്പെട്ടവൻ വിശുദ്ധ ഖുർആനിലൂടെ അതാരാണ് എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ ആത്മാവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. വളർന്നുകൊണ്ടിരിക്കുന്ന തെങ്ങിന് ഒരു പരിധി എത്തിക്കഴിഞ്ഞാൽ അതിന് കായകൾ ഉണ്ടാവാറില്ല. പിന്നീട് അതിന്റെ 4 ഭാഗത്തേക്കും പടർന്നു പന്തലിച്ച ശിഖരങ്ങൾ ഓരോന്നും, ഓലകൾ ഓരോന്നും ഒളുങ്ങിച്ചുളുങ്ങി അങ്ങേയറ്റം നുരുമ്പിപ്പോയി നിലത്തേക്ക് വീഴുമ്പോ അവസാനം ഒരു തടിയായി, പിന്നീട് അത് പൂതലിച്ച് മറഞ്ഞു വീണ് മണ്ണോട് ചേർന്ന് പോകുന്ന ഒരു വൃക്ഷത്തെ പോലെ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, നമ്മൾ ഓരോരുത്തരും ഈ ദുനിയാവെന്ന് തിരിച്ചു പോകേണ്ടവരാ. വഇന്നമാ തുവഫൗന ഉജൂറഹും യൗമൽ ഖിയാമ, പിന്നീട് ചെയ്യുന്ന പ്രതിഫലം കണക്ക് നോക്കി അല്ലാഹു തആല പ്രതിഫലം നൽകുന്നത് നാളത്തെ പാരത്രിക ലോകത്താ. ആ പാരത്രിക ലോകത്ത് ഫമൻ സുഹസിയ അനിൻ നാരി വഉദ്ഖിലിൽ ജന്ന, നരകത്തിൽ നിന്ന് പേര് തിരുത്തപ്പെടുകയും സ്വർഗത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നവൻ ആരാണോ ഫഖദ് ഫാസ, അവനാണ് ഭാഗ്യവാൻ, അവനാണ് ഭാഗ്യവാൻ. ഈ ദുനിയാവിൽ അവന് പണം കുറവായിരിക്കാം, ഈ ദുനിയാവിൽ അവന് സ്റ്റാറ്റസ് കുറവായിരിക്കാം, ഈ ദുനിയാവിൽ അവന് സ്ഥാനങ്ങളും തറവാട് മഹിമയും ഏതെങ്കിലും രൂപത്തിലുള്ള ദുനിയാവിന്റെ സുന്ദരതയും സൗകര്യങ്ങളും കുറവായിരിക്കാം. പക്ഷേ നാഥന്റെ കണ്ണിൽ ഒരു വിജയി, പെട്ടെന്ന് മരിച്ചവൻ, കഷ്ടപ്പെടുത്തി മരിച്ചവൻ, സാമ്പത്തിക ഭദ്രതയോടെ മരിച്ചവൻ, മക്കളെ ഓരോ നിലക്കാക്കി മരിച്ചവൻ, സമ്പാദിക്കാനുള്ളതൊക്കെ സമ്പാദിച്ചവൻ, നാട്ടിൽ ഒരുപാട് അല്ലാന്റെ ദുനിയാവ് വാങ്ങിക്കൂട്ടിയവൻ, അവരല്ല ഭാഗ്യവാന്മാർ. ഫഖദ് ഫാസ. പാരത്രിക ലോകത്ത് മഹിശറ ലോകത്തള്ള വിചാരണക്ക് വിളിക്കുമ്പോ ആസന്നത്തിൽ മുളച്ച ആലിന്റെ വലുപ്പങ്ങളുമായി മരം പേറി മഹിശറ ലോകത്തോടിക്കളിക്കുന്ന കാലത്ത് പടച്ച തമ്പുരാൻ നിശ്ചയിക്കപ്പെട്ട വിജയത്തിൽപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നവൻ ആരാണോ ഫഖദ് ഫാസ, അവനാണ് യഥാർത്ഥ വിജയി എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയും ചെയ്തു.